ദൈവത്തിൻ്റെ വലിയ കൃപ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകാശഗോപുരമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്ര പാരമ്പര്യമുള്ള ഈ കത്തീഡ്രൽ ദൈവാലയവും ഇതിൻ്റെ സമസ്ത മേഖലയിലുമുള്ള ആത്മീയവും ഭൗതികവുമായ പ്രവർത്തനങ്ങളും എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ്. ആഗോള തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞ, ഭാരതത്തിൽ മുഴുവനും എവിടെയും അറിയപ്പെടുന്ന, കേരളത്തിൻ്റെ ഒരു പ്രകാശ ഗോപുരമായി തന്നെ ഉയർന്നു നിൽക്കുന്ന ഈ പരിശുദ്ധ ദേവാലയവും അതിൻ്റെ പരിസരങ്ങളും കേരളത്തിൻ്റെ ആധ്യാത്മിക, ഭൗതിക, സാംസ്കാരിക ഉന്നതിക്ക് ചെയ്ത സംഭാവനകൾ അതുല്യങ്ങളാണെന്ന് അതിശയോക്തി കൂടാതെ പറയാൻ നമുക്കെല്ലാം സാധിക്കും. ഞാനൊരു 3 കാര്യങ്ങളെ അധികരിച്ചുകൊണ്ട് മാത്രം ചില കാര്യങ്ങളൊന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫെയ്ത്ത്, യൂണിറ്റി ആൻഡ് കൾച്ചർ. ഈ 3 കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് സമന്വയിക്കപ്പെടുന്നുണ്ട് ഈ പരിശുദ്ധ ദൈവാലയവും അതിൻ്റെ പരിസരങ്ങളും എല്ലാം ആയി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ. വിശ്വാസം, അത് പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസത്തിൻ്റെ പൈതൃകങ്ങളെക്കുറിച്ചാണ് ഈ ദിനങ്ങളിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തെടുക്കുന്നത്. സ്ത്രീകളിൽ ഏറ്റവും മഹോന്നതയായി നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഏറ്റുപറയുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവി തിരുനാൾ, അത് സുറിയാനി ക്രൈസ്തവ സമൂഹത്തിൽ വളരെ വലിയ ആദരവോടുകൂടി കൊണ്ടാടുന്നുണ്ട് എന്ന കാര്യം നമുക്കെല്ലാം അറിവുള്ളതാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലും അക്കരപ്പള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തീർത്ഥാടന ദൈവാലയത്തിലും ഈ ദിനങ്ങളിലൊക്കെ ഈ തിരുനാൾ വളരെ സജീവമായിട്ട് ആഘോഷിക്കുന്നതൊക്കെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ചിന്തകളും ദർശനങ്ങളും സഭാപിതാക്കന്മാരൊക്കെ പറയുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഏറ്റവും ആദരണീയനായ സഭാപിതാവായ മാർ അബ്രഹാം പറയുന്നുണ്ട്, ആദ്യ സ്ത്രീ പാപത്തിന് കാരണക്കാരിയായെങ്കിൽ രണ്ടാമത്തെ സ്ത്രീ രക്ഷയുടെ സഹകാരിണിയായി മാറി. അവളാണ് പരിശുദ്ധ മറിയം. അങ്ങനെ രക്ഷയ്ക്കു കാരണക്കാരിയായ ഈ മറിയത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഉന്നതമായ ദർശനങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ധ്യാനിക്കാനും ആ ബോധ്യങ്ങളിൽ വളരാനും സാധിക്കുന്ന ഒരു സമയം കൂടി ആവണം ഇതുപോലെയുള്ള തിരുനാളവസരങ്ങളും പൊതുസമ്മേളനത്തിൻ്റെ ചിന്തകളുമെല്ലാം എന്ന് എനിക്ക് തോന്നുകയാണ്. വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചിന്തയിൽ ഈ പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതം എന്തായിരുന്നു? പരിശുദ്ധ കന്യകാമറിയം പരമപരിശുദ്ധിയുടെ ഒരു സാന്നിധ്യമാണ്. മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും പരിശുദ്ധയായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നു അവൾ എന്ന് നമുക്കറിയാം. പലതരത്തിലും കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. വിശുദ്ധി എന്നത് പലപ്പോഴും അത്ര കണ്ട് അവഗണിക്കപ്പെടുന്ന ഒരു ജീവിത പരിസരം നമുക്ക് എവിടെയും ഈ വർത്തമാനകാല സാഹചര്യത്തിലുണ്ട്. ധാർമ്മികത, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, സ്നേഹത്തിൽ നിർമ്മലമായ ജീവിതശൈലി, ഇതൊക്കെ തമസ്കരിക്കപ്പെടുന്ന ഒരു ജീവിത പരിസരം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ വർദ്ധിച്ചു വരികയാണ്. വർത്തമാനകാല ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ മദ്യത്തിനും മയക്കുമരുന്നിനും ഇതര തിന്മകൾക്കൊക്കെ അകപ്പെട്ട് ഇടറിപ്പോകുന്ന കാഴ്ച നാം എല്ലാം കാണുന്നുണ്ട്. പലതരത്തിലും സ്വാർത്ഥ താല്പര്യങ്ങളിൽ അകപ്പെട്ട് എന്തും ഏതു തരത്തിലും ആവാം. മാതാപിതാക്കളെ പോലും കൊലപ്പെടുത്താൻ പോലും മടിയില്ലാത്ത വിധം അധപതിക്കുന്ന ഒരു സംസ്കാരം, സഹോദരങ്ങളെ പോലും ബലി കൊടുക്കാൻ മടിയില്ലാത്ത വിധം അത്തരത്തിൽ അധാർമികമായി അകപ്പെട്ടു പോയ ഒരു അന്തരീക്ഷം. പലതരത്തിലും നമ്മൾ അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കലുഷിതമായ സാഹചര്യങ്ങളിൽ അതിൻ്റെ വശ്യതകളിലൊക്കെ അകപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ യുവത ഇടറിപ്പോകുന്നുണ്ടോ? പലപ്പോഴും ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സൈബർ അഡിക്ഷനിലേക്ക് ഈ കാലഘട്ടം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കോവിഡാനന്തര ലോകത്തിൻ്റെ ഒരവസ്ഥ, കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഒക്കെ ജീവിത സാഹചര്യങ്ങളെ പരിശോധിക്കുമ്പോഴും ഒരുപാട് അഡിക്ഷനിലേക്ക് കടന്നു പോയിട്ടുണ്ട്. പ്രത്യേകിച്ചും സൈബർ അഡിക്ഷനിലേക്ക്. നമുക്കറിയാം, വിവരസാങ്കേതിക വിദ്യകളൊക്കെ വളർന്നു വന്നത് ഏറെ അനുഗ്രഹീതമാണ്, നല്ലതാണ്. ഒരുപാട് നന്മകൾ അതിനുണ്ട്. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് നമ്മളൊക്കെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് സംസാരിക്കുന്നത്. AI പോലെയുള്ള സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യവും നമ്മൾ മറക്കരുത്. മനുഷ്യനെന്ന വ്യക്തിയെ വിഴുങ്ങാൻ പാകത്തിലേക്ക് അത് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരൊക്കെ വളരെ കാര്യമായിട്ട്, ക്രിയാത്മകമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ധാർമ്മിക മേഖലയിൽ അധപതനത്തിനിടയാകാനായിട്ട് പാടില്ല. അതിൻ്റെ നന്മകളൊക്കെ നമ്മൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്തുക. അത് തരുന്ന അറിവിൻ്റെ ഒരു വിശാല ലോകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം.
തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്ന ശാസ്ത്ര സാങ്കേതിക പുരോഗതിയിൽ നമ്മൾ ഭാഗഭാക്കുകളാകണം. പരിശുദ്ധ പിതാവ് ലയോ മാർപ്പാപ്പ അതിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കമന്റ് കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ് ഷുഡ് നെവർ ബി റീപ്ലേസ്ഡ് ബൈ അൽഗരിതംസ്. ഹ്യൂമൻ ബ്രെയിൻ ഷുഡ് നെവർ ബി റീപ്ലേസ്ഡ് ബൈ അൽഗരിതംസ്. അപകടമാണത്. മനുഷ്യന്റെ ബുദ്ധിയെയും മനുഷ്യനെ തന്നെയും ഇത്തരത്തിലുള്ള സാങ്കേതിക നിർമ്മിത ബുദ്ധികൾ വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു അപകടത്തിലേക്ക് പോവുകയാണ്. ധാർമ്മികത അവിടെ നഷ്ടപ്പെട്ടു പോകുന്നു, സ്വാർത്ഥം വളരുന്നു. ആർക്കും എന്തും എങ്ങനെയും ആകാം, ഏതു തരത്തിലും സത്യമേത് മിഥ്യയെന്ത് എന്നൊക്കെ പോലും വേർതിരിച്ചറിയാൻ വയ്യാത്ത വിധമുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് മനുഷ്യലോകം ഇടറിപ്പോകുമെന്നുള്ള ഒരു അപകട സൂചന കൂടി ഇതിന്റെ നന്മകളുടെ നടുവിൽ നമ്മൾ വായിച്ചെടുത്തുകൊണ്ട് അതിനെ സമീപിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് ഗൗരവമായിട്ട് നമ്മളൊക്കെ എടുക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കലുഷിതമായ ജീവിത പരിസരങ്ങളുടെ നടുവിൽ പരിശുദ്ധ കന്യകാമറിയം മർത്തുമറിയം ഉയർത്തുന്ന ആ നന്മയുടെ നിർമ്മല സ്നേഹത്തിന്റെ ഒരു ദർശനം, അതുതന്നെയാണ് നട തുറക്കുമ്പോൾ കിട്ടുന്ന ആ ദർശനം. മണർകാട് അമ്മയെ കാണുവാൻ വേണ്ടി നട തുറക്കുമ്പോൾ കിട്ടുന്ന ആ മുഖദർശനത്തിനകത്ത് നൈർമല്യത്തിന്റെ ഒരു വെല്ലുവിളി കൂടി ഉയരുന്നുണ്ട്. നൈർമല്യം നഷ്ടപ്പെട്ടു പോകുന്ന സമകാലിക പരിസരങ്ങളിൽ നമ്മുടെ യുവത, നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പലയിടങ്ങളിലും എന്തുമാകാമെന്ന മട്ടിൽ വ്യാപരിക്കുമ്പോൾ പരിശുദ്ധ മറിയം നൽകുന്ന വലിയൊരു താക്കീതാണ്, മക്കളെ, ജീവിതത്തിന്റെ പരിശുദ്ധിയും ധാർമ്മികതയും നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഇടറി വീഴും, ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള വളരെ വ്യക്തമായ ഒരു സന്ദേശം മാതാവ് നമുക്ക് തരും. നട തുറന്ന അമ്മയുടെ മുഖം കാണുമ്പോൾ അമ്മ പറയുന്ന ആദ്യ വാക്ക് പരിശുദ്ധിയിൽ നിലനിൽക്കാനുള്ള വാക്കായിരിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. രണ്ടാമത് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് യൂണിറ്റി എന്നൊരാശയത്തെക്കുറിച്ചാണ്. ഫെയ്ത്ത് എന്ന തലം ഞാൻ ചെറുതായിട്ട് പങ്കുവെച്ചു കഴിഞ്ഞു. ദീർഘമായിട്ടൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ മണർകാട് ദൈവാലയവും ഈ മഹാ തീർത്ഥാടന കേന്ദ്രവും ഇതിൻ്റെ പരിസരവും കൊണ്ടുവരുന്ന യൂണിറ്റി എന്നുള്ള ആ വലിയൊരു സന്ദേശം, ഓണത്തെക്കുറിച്ച് നമ്മളൊക്കെ ഇവിടെ കേട്ടുകഴിഞ്ഞു. ഓണത്തലേന്നാണ് ഇന്ന്. നാളെ ഓണം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഓണം കൊണ്ടുവരുന്ന ഏറ്റവും നല്ലൊരു ചിന്തയാണ് ഒരു ദേശീയോത്സവം നിലയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരുമയുടെ ഒരു സംസ്കൃതി. അതുതന്നെയല്ലേ വാസ്തവത്തിൽ മറ്റൊരർത്ഥത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മണർകാട് ദൈവാലയവും അതിൻ്റെ ചുറ്റുവട്ടങ്ങളും ഒരുക്കുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ചരിത്ര പ്രസിദ്ധമായ ദൈവാലയത്തിലേക്ക് അണയുന്ന ആളുകളിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അവിടെ ക്രിസ്ത്യാനികളെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികളിൽ തന്നെ ഒരു വിഭാഗമെന്ന് മാത്രമല്ല, ഹൈന്ദവരും ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം ഇവിടെ എത്തുന്നുണ്ടെന്നുള്ളത് എത്രയോ മനോഹരമാണത്. അങ്ങനെ അകപ്പെട്ടു പോകുന്ന വിഭാഗീയതയുടെ വർഗീയതയുടെ ദുർഭൂതങ്ങളിൽ പെട്ടുപോകാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു ഇടം ഇവിടെ ഒരുക്കപ്പെടുന്നുവെന്നുള്ള ആ ഒരു ക്രിയാത്മകമായ ചിന്ത നമ്മുടെ എല്ലാം മനസ്സിൽ തിരുനാളോടനുബന്ധിച്ചുള്ള ഈ സമ്മേളനത്തിൽ ചേർത്ത് പിടിക്കണം എന്നതാണ് എനിക്ക് പങ്കുവയ്ക്കാനുള്ള മറ്റൊരു കാര്യം. അതായത് ഒരു 10-15 വർഷം പിറകോട്ട് സഞ്ചരിച്ചാൽ, അല്ലെങ്കിൽ ഒരു 20 വർഷം പിറകോട്ട് സഞ്ചരിച്ചാൽ, എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിലേക്കൊന്നും പോലും പോകണ്ട, ഇതിലൂടെ കഴിഞ്ഞാലും കുഴപ്പമില്ല. അന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ, ഒരുമയുടെ നല്ല ഒരു സംസ്കൃതി എവിടെ വെച്ചാ മോഷണം പോയെന്ന് നമുക്കൊന്നും കൃത്യമായിട്ട് ഒരുപക്ഷെ അറിഞ്ഞുകൂടാ. ആഗോളതലത്തിലേക്ക് സമൂഹം വളർന്നു. നമ്മുടെ വിരൽത്തുമ്പിൽ എല്ലാം ഒതുങ്ങുന്ന വിധം അത്ര കണ്ട് നമ്മൾ ഗ്ലോബലൈസ്ഡ് ആയി. അതൊക്കെ ഒരു വളർച്ചയാണെന്ന് പറയുമ്പോഴും അത് കൊണ്ടുവന്ന ചില തളർച്ചകളെ കുറിച്ചുകൂടി നമുക്ക് ചിന്തിക്കാതിരിക്കാൻ തരമില്ലല്ലോ. കാരണം ഇന്ന് ഒരു ഭവനത്തിൽ തന്നെ കഴിയുന്ന ആളുകളിൽ എത്ര മുറികൾ ആ വീട്ടിലുണ്ടോ അത്രയും തുരുത്തുകളായിട്ട് ആ ഭവനം പോലും ഇടുങ്ങിപ്പോകുന്നില്ലേ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ഫ്ലാറ്റിൽ കഴിയുന്ന മനുഷ്യരെ കുറിച്ച് പിന്നെ പറയേണ്ടതില്ല. പണ്ടുണ്ടായിരുന്ന ഒരു വലിയ കൂട്ടായ്മയുടെ ഓണം പോലും ഒരു പരിധിവരെയൊക്കെ കവർന്ന് എടുക്കപ്പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്. അതുപോലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ ഈ കച്ചവട സംസ്കൃതിയിൽ എന്ന് പറയാതിരിക്കാൻ തരമില്ല. കല്യാണം എന്തൊരു നല്ല ഉത്സവമായിരുന്നു അല്ലേ. ഒരു കല്യാണത്തിന് ആ ചുറ്റുപാടുമുള്ളവരെല്ലാം ഒരുമിച്ച് കൂട്ടി വീട്ടുമുറ്റത്ത് പന്തലിട്ട് എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് ഒരുമിച്ച് ഭക്ഷിച്ചും പാനം ചെയ്തും പങ്കുവെച്ചും ജീവിച്ചത്. എവിടെ പോയി? ഇവന്റ് മാനേജകൻ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു. ഇല്ല, ഇപ്പൊ അതൊന്നും ഒരു കപ്പവാട്ട് ഒരു കല്യാണം പോലെയായിരുന്നു. അതല്ലെങ്കിൽ പുരകെട്ടെന്ന് പറയുന്ന പഴയ കാലം. നമ്മളിപ്പോൾ പഴയ പുരയിലേക്കൊന്നും തിരിച്ചു പോകണമെന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല. പക്ഷേ ആ ഓലപ്പരയൊക്കെ കെട്ടിയിരുന്ന പഴയ കാലത്തിന്റെ ഒരു പൈതൃകത്തിനകത്ത് ഒളിച്ചുവരുന്ന ഒരുമയുടെ സംസ്കാരം കൈവിട്ടു പോയെങ്കിൽ തിരികെ പിടിക്കണം ഈ ആധുനിക ലോകത്തിന്റെ
ഗ്ലോബലൈസ്ഡ് സംസ്കാരത്തിനിടയിലും എന്ന കാര്യമാണ് ഞാൻ ഒന്ന് ബോധപൂർവം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൈവിട്ടു പോകുന്ന ഇത്തരം ഒരുമകളെ ചേർത്ത് പിടിക്കാൻ മണർകാട് ദൈവാലയവും ഈ തീർത്ഥാടന ദൈവാലയത്തിൽ അണയുന്നവരും വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ക്രിയാത്മകമായ, ഭാവാത്മകമായ ഒരു പങ്ക്. അത് കേരളത്തിന്റെ ഒരു സംസ്കൃതിക്ക് തന്നെയുള്ള ഒരു വലിയ മുതൽക്കൂട്ടായി മാറുന്നുവെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ ഞാനും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടെ കൂടുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ വിഭാഗീയതയും വർഗീയതയും ഇവിടെ ആദരണീയനായ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വർത്തമാനമാകുന്ന വിവിധങ്ങളായ മത മേഖലയിലും വർഗീയത കലർത്തിക്കൊണ്ടുള്ള ആക്രമണങ്ങളും അങ്ങനെയുള്ളതൊക്കെ വർത്തമാനമാകുന്ന ഒരു സാഹചര്യം. മനുഷ്യൻ ഇങ്ങനെ അകന്നകന്നകന്ന് തുരുത്തുകളായി പോകുമ്പം നമുക്കിനി ഒരുമിച്ച് നടക്കാം. ഒരുമിച്ച് നടന്നേ മതിയാവൂ. ഭാരതത്തിൻ്റെ മനോഹരമായ ആ ദർശനം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ദർശനം, ഒരുമിച്ച് ജീവിക്കുന്ന ഒരു വലിയ സംസ്കാരത്തിൻ്റെ നന്മ, അതെല്ലാം നമ്മൾ സ്വന്തമാക്കി തിരികെ പിടിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. തെന്നി മാറിപ്പോകുന്നത് പോലെയാണ് ഇവിടെ ക്രൈസ്തവ വിശ്വാസവും ദർശനവും 1-ാം നൂറ്റാണ്ട് മുതൽ കടന്നു വന്നിട്ടുള്ളതാണെന്നതിനെ കുറിച്ച് ആർക്കും സംശയമില്ല. ക്രിസ്തു ശിഷ്യനായ മാർത്തോമാ ശ്ലീഹ ഭാരതത്തിൽ വന്ന് ഇവിടെ ആരംഭം കുറിച്ച ആ ക്രിസ്തു ദർശനം അതുതന്നെയാണ് പ്രത്യേകിച്ചും ഈ സുറിയാനി പാരമ്പര്യത്തിലൂടെ തുടരുന്നത് എന്നതിൽ നമ്മളൊക്കെ അഭിമാനിക്കുന്നുണ്ട്. അപ്പൊ ഈ മണ്ണിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. അതിനുശേഷം കടന്നു വന്നവരാണെങ്കിലും ഇവിടെയുള്ളവരെല്ലാം ഈ നാടിന്റെ, ഈ മണ്ണിന്റെ മക്കളാണെന്നുള്ള അഭിമാനകരമായ ഒരു ചിന്തയ്ക്ക് ആക്കം കൂട്ടാനുള്ള കാലമായി. അതുകൊണ്ട് ചേർത്ത് പിടിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം ചേർന്ന് നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ ജാതി, മത, വർഗ, വർണ്ണ ചിന്തകൾക്കൊക്കെ അതീതമായി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സ്നേഹത്തിന്റെ, മാനവികതയുടെ ഒരു സംസ്കൃതിയിലേക്ക് ദ്രുതഗതിയിൽ നടക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ക്രൈസ്തവ ദർശനം എപ്പോഴും ഈ കൂട്ടായ്മയുടെ ദർശനമാണ്. അത് ക്രിസ്തുവിന്റെ മനസ്സാണ്. മിശിഹാ തമ്പുരാൻ ആഗ്രഹിച്ചത് ഒരുമയുടെ, സ്നേഹത്തിന്റെ ഒരു ജീവിത ശൈലിയാണ്. നിർമ്മലമായ സ്നേഹം അതെല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്നതാണ്. അതിലേക്ക് നമ്മൾ ആയിരിക്കുന്ന വിശ്വാസം, ആ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും കരുതാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ. മൂന്നാമത്തെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അത് സംസ്കാരത്തെക്കുറിച്ചാണ്. കൾച്ചർ പറഞ്ഞതുമായിട്ട് ചേർന്ന് പോകുന്നത് തന്നെയാണ്. ഫെയ്ത്ത്, യൂണിറ്റി ആൻഡ് കൾച്ചർ. ഇതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ്. നമ്മുടെയൊക്കെ ദൈവാലയങ്ങളോട് ചേർന്നാണ്, ആ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്നുള്ള ഒരു വലിയ വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം ഉൾച്ചേരുന്ന ഒരു നന്മയുടെ സംസ്കൃതി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പുരോഗതിക്ക് അതതു കാലത്ത് ഭരിച്ചിരുന്ന ഗവൺമെന്റുകളോട് ചേർന്ന് എന്നും വലിയ വികസനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെയുള്ള പങ്കാളിത്തത്തിലും ജീവകാരുണ്യ മേഖലയിലും ആതുര ശുശ്രൂഷ മേഖലയിലുമുള്ള സജീവമായ പങ്കാളിത്തത്തിലും ചേർന്ന ഒരു വിശ്വാസധാരയാണ് ക്രൈസ്തവ വിശ്വാസം എന്നതിന് ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും മണർകാട് ദൈവാലയവും ഈ തീർത്ഥാടന കേന്ദ്രവുമൊക്കെ നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന ഈ സംസ്കാരത്തിൻ്റെ തനിമ, ഇതൊരു സുറിയാനി പാരമ്പര്യത്തിൽപ്പെടുന്ന സംസ്കാരത്തിൻ്റെ തുടർച്ചയാണല്ലോ. ഈ സുറിയാനി പാരമ്പര്യത്തിൻ്റെ തനതു കലാരൂപങ്ങളായ മാർഗംകളിയും റംബാൻ പാട്ടും ഒക്കെ ഇവിടെ പരിപോഷിപ്പിക്കപ്പെടുന്നുണ്ട്. അതുമായിട്ട് ചേർന്ന് വരുന്ന ഈ നാടിൻ്റെ സംസ്കൃതിയോട് ചേർന്ന് വന്യ മെത്രാപ്പോലീത്ത തിരുമേനി പറഞ്ഞതുപോലെ അതാത് പ്രദേശത്തിൻ്റെ, നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്നാണ് ഇപ്പോഴും ക്രൈസ്തവ വിശ്വാസം വളർന്നു വന്നിട്ടുള്ളത്. ഈ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും അടിസ്ഥാന സാമൂഹിക സാംസ്കാരിക പരിസരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു വലിയ വിശ്വാസ ദർശനമാണ് നമുക്കെല്ലാം ഉള്ളത്. അത് തുടർന്നും പങ്കുവെക്കപ്പെടുകയാണ് ഇവിടെ എന്ന കാര്യം ഒത്തിരി സന്തോഷത്തോടുകൂടി ഞാൻ ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഈ ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന, ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട കാരുണ്യ സ്ഥാപനങ്ങളൊക്കെ, ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങളൊക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ. അതിലൂടെയെല്ലാം ഈ ദേശം കൂടുതൽ വികസനത്തിലും പുരോഗതിയിലും നന്മ നിറഞ്ഞൊരു സംസ്കൃതിയിലും വളർന്നുകൊണ്ടേയിരിക്കുന്നു. അത് തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ മർത്തമറിയത്തിൻ്റെ പിറവി തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഞാൻ നേരുന്നു ഏവർക്കും. എന്നെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദരവും നന്ദിയും അർപ്പിക്കുന്നു. ഇനിയും ചരിത്രപ്രസിദ്ധമായ
ഈ അനുഗ്രഹീത ദൈവാലയം പ്രകാശഗോപുരമായിട്ട് നമ്മുടെ ദേശത്തിനും നാടിനും രാജ്യത്തിനും അഭിമാനമായിട്ട് വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.